സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. ജനമൊക്കെയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബിർ തന്നാ പിന്നെയും. അതായത് ഈ സ്വർഗത്തെ പറ്റി തഴമാ ഉസ്താദ് ഇങ്ങനെ പാടുകയാണ്. സ്വർഗം നമുക്കൊരു താമസ സ്ഥലമായി കിട്ടിയാൽ പിന്നെ എന്ത് വിഷമമാ. ദുന്യാവിൽ എന്ത് വിഷമമുണ്ടായാലും സങ്കടമുണ്ടായാലും നമുക്കൊതൊരു വിഷയമല്ല. കാരണം എന്താ, നമുക്ക് കിട്ടാനുള്ളത് സ്വർഗമാണെന്ന് ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ അവനിക്ക് ദുന്യാവിൽ ഒരു പ്രശ്നവും പ്രശ്നമല്ല, ഒരു രോഗവും രോഗമല്ല എന്നാണ്. ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു വരികയാണ്. മരണം നിനക്കില്ലാത്തതിൽ കഴിയുന്നതാ, മനസ്സെപ്പോഴും സന്തോഷമാൽ തിങ്ങുന്നതാ. അതായത് മരണമില്ലാത്ത ഒരു ജീവിതമാണല്ലോ സ്വർഗത്തിൽ. ഇപ്പൊ നമുക്കൊക്കെ ഒരു പേടിയുണ്ട്, മരിക്കും എന്നുള്ള പേടി അല്ലേ? എനിക്കുണ്ട്. പഠിച്ചോ, ഞാൻ എപ്പോഴായിരിക്കും മരിക്കുക, ആ ഒരു പേടിയുണ്ട് എനിക്ക്, നിങ്ങൾക്കൊക്കെ പേടിയുണ്ട്. പക്ഷെ സ്വർഗത്തിൽ കടന്ന ആ ഒരു പേടി വേണ്ട, മരണവുമായിട്ട് യാതൊരു ചിന്ത വേണ്ട. ദുന്യാവിൽ ജീവിക്കുമ്പോൾ മരണത്തെ പറ്റി ചിന്തിക്കണമെന്നാണ്. ഈ സ്വർഗത്തിലോ ആ ഒരു സബ്ജക്റ്റേ ഇല്ല, മരണം എന്നുള്ള സബ്ജക്റ്റ് ഇല്ല, രോഗമില്ല, വിഷമമില്ല, പ്രയാസമില്ല, സന്തോഷം മാത്രം. അതാണ് മനസ്സെപ്പോഴും സന്തോഷമാൽ തിങ്ങുന്നതാ, ധരിക്കാനതിൽ കൊടുക്കുന്ന തുണിയും സുന്ദുസാ, അൽഹംദുലില്ലാ ജീവിതം എന്തന്തസാ. ധരിക്കാൻ ആണിനും പെണ്ണിനും എല്ലാവർക്കും തനി പട്ടു വസ്ത്രമാണ് കിട്ടുക. മാത്രമല്ല അത് ജീവിതം വലിയ സന്തോഷമാണെന്നാണ്, ഒരു റാഹത്താണെന്ന്. എത്രയോ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ സ്വർഗത്തിന്റെ ഓരോ കാര്യങ്ങളും അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്. പിന്നെയോ കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട. ഞാനിപ്പോ ഇവിടെ ഈ നിങ്ങളോട് സംസാരിക്കുന്നു അല്ലെ, ഞാൻ ക്ലാസ് എടുക്കും, ഞാനിപ്പോ എവിടെയും ചിന്തിക്കുക, പഠിച്ചോലെ ഒരു ആപ്പിൾ കിട്ടിയെങ്കിൽ, ഒരു തണ്ണിമത്തം കിട്ടിയെങ്കിൽ, ഒരു റുമ്മാൻ പഴം കിട്ടിയെങ്കിൽ ഞാനിങ്ങനെ ആഗ്രഹിച്ച് എനിക്കിപ്പോൾ കിട്ടുമോ? ഇല്ല. അത് ഞാൻ എൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി, പള്ളിയിൽ നിന്നും പുറത്തിറങ്ങി, എൻ്റെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി മാർക്കറ്റിൽ പോയി ഞാൻ വാങ്ങിക്കണം, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്ന് തരണം. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെയല്ല. ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ട് ആഗ്രഹിക്കുന്നു, റബ്ബേ എനിക്കൊരു റുമ്മാൻ പഴം കഴിക്കണം, അല്ലെങ്കിൽ സ്ട്രോബെറി കഴിക്കണം, ഒരു അവക്കോട കഴിക്കണം. ഞാനിങ്ങനെ ആഗ്രഹിക്കുമ്പോൾ തന്നെ എൻ്റെ അടുക്കലേക്ക് ആ മരത്തോടു കൂടി വരുമെന്നാണ്, എനിക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുമെന്നാണ്.